മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനം, ഡൽഹി യാത്ര തന്നെയാണ് ഇന്ന് പ്രധാന വാർത്തയായി ഉള്ളത്. അത് ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹം കാണുന്നുണ്ട്. നരേന്ദ്രമോദിയുള്ള കൂടിക്കാഴ്ച വൈകുന്നേരമാണ്. കേരള സർക്കാരിന്റെ വികസന പദ്ധതികൾക്കുള്ള പിന്തുണ തേടുന്നതിനൊപ്പം പുതിയ സഹകരണ വകുപ്പ് രൂപീകരണത്തിലെ ആശങ്കകളും അദ്ദേഹം അറിയിക്കുമെന്നാണ് വിവരം. കെ.പി. അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, മുഖ്യമന്ത്രിക്ക് ഇന്ന് പ്രധാനമന്ത്രിയുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ബോധിപ്പിക്കാനുണ്ട്. ഒപ്പം കോവിഡ് വ്യാപനത്തിന്റെ കാര്യങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി ചോദിച്ചറിയുകയും ചെയ്യും. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, രണ്ടാമത് മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയൻ ആദ്യമായാണ് ഡൽഹിയിലെത്തുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഡൽഹി കേരള ഹൗസിൽ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം വിശ്രമിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് കൂടിക്കാഴ്ചകൾ ആരംഭിക്കുന്നത്. അതിലാദ്യത്തെ കൂടിക്കാഴ്ച 12:30 കേന്ദ്ര പെട്രോളിയം ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ കേരളത്തിലെ 93 നഗരസഭകളെയും ഉൾപ്പെടുത്തുന്നതിന് നേരത്തെ തന്നെ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഇക്കാര്യങ്ങളായിരിക്കും സംസാരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി.കെ. മിശ്രയുമായി 3 മണിക്ക് കൂടിക്കാഴ്ചകൾ നടത്തും. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഈ പി.കെ. മിശ്രയുമായും ചർച്ച ചെയ്യും. അതിനുശേഷം 4 മണിക്കാണ് പ്രധാനമന്ത്രിയുമായുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. കൂടിക്കാഴ്ചയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒട്ടേറെ വികസന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ അതിവേഗ റെയിൽ പദ്ധതി, GST കുടിശ്ശിക തീർപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് കോവിഡ് വാക്സിന്റെ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളാണ്. സിക്ക വൈറസ് ബാധ കൂടി കേരളത്തിൽ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റ് കേന്ദ്ര സഹായങ്ങളോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കും. പക്ഷേ പലപ്പോഴായി കേന്ദ്രത്തിന്റെ സംഘം കേരളത്തിൽ എത്തിയപ്പോഴെല്ലാം പൂർണ്ണമായ ഒരു തൃപ്തി തന്നെയായിരുന്നു കേന്ദ്ര സംഘങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ കേരളത്തിന് നേരിടാൻ സാധ്യതയില്ല. അതേസമയം ആദ്യ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിലെ രോഗവ്യാപനത്തിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചിരുന്നു. ആ ഒരു ആശങ്ക ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും സൂചിപ്പിച്ചേക്കും. മറ്റൊന്ന്, ഈ പുതിയൊരു വകുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒന്നാണ് കോർപ്പറേറ്റീവ് വകുപ്പുകൾ രൂപീകരിച്ചത്. അത് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ചൂഴ്ന്നെടുക്കുന്ന ഒന്നാണ് എന്ന തരത്തിൽ വലിയ വിമർശനം നിലവിൽ കേരളത്തിലെ ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്ത് നിന്നുമൊക്കെ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ സഹകരണ വകുപ്പിന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഒരുപക്ഷെ ആ ആശങ്ക ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ മുഖ്യമന്ത്രി ധരിപ്പിക്കും എന്നാണ് വിവരം. കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കാലഞ്ചേരി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർ തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ഖബറടക്കം ഇന്ന് നടക്കും. പരുമലപ്പള്ളിയിൽ നിന്ന് ഇന്നലെ രാത്രി ബാവയുടെ ഭൗതിക ശരീരം കോട്ടയത്തെ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ എത്തിച്ചിരുന്നു. കാതോലിക്കേറ്റ് ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം പൊതുദർശനത്തിനായി അരമന വളപ്പിലെ പന്തലിലേക്ക് അല്പസമയത്തിനകം മാറ്റും. ജി ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്, ചടങ്ങുകൾ ഏത് ഘട്ടത്തിലാണ്? മറ്റു വിവരങ്ങളുണ്ട്. ഗോപി, 5:30 ഇന്നത്തെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. കുർബാന ചടങ്ങുകൾക്കാണ് തുടക്കമായിരിക്കുന്നത്. അത് പൂർത്തിയായ ശേഷം മാത്രമേ ഭൗതിക ശരീരം പുറത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പന്തലിലേക്ക് പൊതുദർശനത്തിനായി എത്തുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വലിയ രീതിയിൽ തന്നെ രാവിലെ തന്നെ ആളുകൾ കൂട്ടമായി കോവിഡ് ഒരു പരിധിവരെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. എന്തായാലും ഏതാണ്ട് 8:30 പൊതുദർശനം ആരംഭിക്കുമെന്ന് തന്നെ കരുതപ്പെടേണ്ടി വരും. ദേവലോകം അരമനയ്ക്ക് മുറ്റത്ത് ഇട്ട ഈ പന്തലിലാണ് ഈ ഏതാണ്ട് ഉച്ച വരെയുള്ള പൊതുദർശനം. ഇപ്പോൾ ഏതാണ്ട് രാത്രി 12:30 അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ അരമനയ്ക്കുള്ളിലെ ചാപ്പലിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കുർബാനയുടെ അവസാനവട്ട ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. രാത്രി വൈകിയും ഇന്ന് രാവിലെയും ഒക്കെ കാണാൻ വന്നവർക്ക് ഈ ചാപ്പലിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നൽകിയിരുന്നു. ഇപ്പോഴും വിശ്വാസികൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് വടക്കോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികൾക്കാണ് ഇന്ന് അവസരമെന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്.
കോട്ടയം നഗരത്തിലടക്കം വിശ്വാസികൾ കൂടുതൽ എത്തും എന്നുള്ള ഒരു കോവിഡ് ആണെങ്കിലും എത്തും എന്നുള്ള സാഹചര്യം മുൻനിർത്തി ഗതാഗത ക്രമീകരണവും പോലീസിന്റെ വലിയ ക്രമീകരണവും ഒക്കെ നടത്തുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വൈകാതെ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പൊതുദർശനം ഈ പന്തലിൽ ആരംഭിക്കും. ഗോപി, ശ്രീതാണ് വിവരങ്ങൾ നൽകിയതാണ്. കോഴിക്കോട് പുതിയ പാലത്ത് തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് കെട്ടിട നിർമ്മാണം. പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. 2 വർഷം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തഹസിൽദാർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും നിർമ്മാണം തുടരുകയായിരുന്നു. പുതിയ പാലം മൂരിയാട് റോഡിൽ കനോലി കനാലിനോട് ചേർന്നാണ് ലോക്ക്ഡൌൺ മറയാക്കി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കനോലി കനാലിൽ നിന്ന് 2 മീറ്ററോളം കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് 2 വർഷം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ചാണിവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം. പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴായിരുന്നു നിർമ്മാണം അനധികൃതമാണെന്ന് അന്ന് കണ്ടെത്തിയത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും 2 മാസം മുമ്പ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. 2019 ഡിസംബർ 7 അന്ന് തഹസിൽദാർക്ക് ഞങ്ങൾ പരാതി കൊടുത്തത് പ്രകാരം അന്നത്തെ തഹസിൽദാർ വന്ന പ്രവൃത്തി തടഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം കോവിഡിന്റെ മറവിൽ ഇവിടെ പ്രവൃത്തി നടക്കണം. കോർപ്പറേഷനോട് ബന്ധപ്പെട്ടപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഈ പ്രവൃത്തിക്ക് അനുമതി നൽകിയിട്ടില്ല. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ഇപ്പോൾ CR സെറ്റ് കൂടി പരിശോധിച്ചാൽ ഇത് കടുത്ത നിയമലംഘനമാണ്, കയ്യേറ്റമാണ്. അതുകൊണ്ട് ആ കയ്യേറ്റത്തിൽ നടക്കുന്ന കെട്ടിട നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കണം. അത് കോർപ്പറേഷൻ അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കനോലി കനാൽ കല്ലായിപ്പുഴയിലേക്ക് ചേരുന്നതിന് സമീപത്താണ് കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനം. അധികാരികളുടെ മൂക്കിന്റെ താഴെയാണ് ഈ നിയമലംഘനം അരങ്ങേറുന്നത്. കയ്യേറ്റമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഭൂമിയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 2 പേർ കൂടി കസ്റ്റംസ് കസ്റ്റഡിയിൽ. മുഹമ്മദ് ഷാഫി, അർജുൻ നായങ്കി എന്നിവർക്ക് സിം കാർഡ് എടുത്ത് നൽകിയവരാണ് കസ്റ്റഡിയിലുള്ളത്. എന്താണ് വിശദാംശം? ഗോപി, ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പാനൂരിലെ സക്കീനയുടെ മകൻ ആയ അജ്മൽ, അതോടൊപ്പം അജ്മലിന്റെ സുഹൃത്ത് ആഷിഖ് എന്നിവർ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവർക്കും 12 ഈ മാസം 12, അതായത് ഇന്നലെ സമ്മൻസ് ഇഷ്യൂ ചെയ്താണ്. അവരോട് 15 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നലെ അവർ കൊച്ചിയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ സക്കീനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു, രാത്രി വരെയും ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് കസ്റ്റംസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പ്രധാനമായും തന്നെ ഇവർ അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് മുഹമ്മദ് ഷാഫിയോ അതോടൊപ്പം തന്നെ അർജുൻ ആയിങ്കി എന്നിവർക്ക് സിം കാർഡ് എടുത്ത് നൽകിയവർ ഇവരാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം മൊബൈൽ ഫോൺ സിം കാർഡുകൾ എടുത്തു കൊടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയതെന്ന അടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മുഹമ്മദ് ഷാഫിയോട് കൂടി ഹാജരാകാനും ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവരെ എല്ലാം തന്നെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ശരി. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ പെർമിറ്റ് പുതുക്കിയിട്ട് 6 വർഷം. ഫിഷറീസ്, സിവിൽ സപ്ലൈസ്, മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി അർഹരായവരുടെ പട്ടിക തയ്യാറാക്കാത്തതാണ് പെർമിറ്റ് അനുവദിക്കുന്നതിന് തടസ്സം. ഇതുമൂലം 10,000-കണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 2015 മാർച്ച് 8-നാണ് അവസാനമായി പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള പരിശോധന സംസ്ഥാനത്ത് നടന്നത്. 3 വർഷം കൂടുമ്പോൾ ഫിഷറീസ്, സിവിൽ സപ്ലൈസ്, മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർ വള്ളവും എഞ്ചിനും നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട് പെർമിറ്റ് അനുവദിക്കണമെന്നാണ് നിയമം. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും പരിശോധന നടത്തി അർഹരായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താത്തതിനാൽ തീവിലേക്ക് മണ്ണെണ്ണ വാങ്ങിയാണ് ഇന്ന് തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത്. 200 ദിവസങ്ങളിൽ പണിക്ക് പോകണമെങ്കിൽ അതിനാവശ്യമായ മണ്ണെണ്ണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല. തമിഴ്നാട്ടിൽ മത്സ്യത്തൊഴിലാളിക്ക് 25 രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുക്കുമ്പോൾ കേരളത്തിൽ 97 രൂപ വില കൊടുത്ത് മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ വാങ്ങിച്ച് കടലിൽ പണിക്ക് പോകേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു.
സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഈ ദുസ്ഥിതിക്ക് കാരണം. ലിറ്ററിന് 98 രൂപയിലധികം നൽകിയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ വള്ളമിറക്കുന്നത്. മീനിന്റെ ലഭ്യത കുറഞ്ഞതും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകളേറിയതും തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ജീവിക്കാൻ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ആ മന്ത്രി ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സഹായിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം. മത്സ്യഫെഡ് നൽകാറുള്ള മണ്ണെണ്ണ സബ്സിഡിയും യഥാസമയം കിട്ടുന്നില്ലെന്ന് തൊഴിലാളികൾ പരാതി പറയുന്നു. ന്യൂസ് 18 കൊല്ലം. തൊഴിൽ സമരം മൂലം അടച്ചുപൂട്ടിയ കഞ്ചിക്കോട്ടെ പെപ്സി ഉൽപാദന കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സമരം. വർഷങ്ങളായി ജോലി ചെയ്ത ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറന്നാൽ സർക്കാർ ഇടപെടണമെന്നുമാണ് ആവശ്യം. അതേസമയം കമ്പനി പൂട്ടിയതോടെ ജോലി നഷ്ടപ്പെട്ടവർക്കായി തൊഴിലാളി യൂണിയനുകൾ സജീവമായി ഇടപെടുന്നില്ല എന്ന് സമരക്കാർ പറയുന്നു. കരാർ തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് ലോക്കൌട്ട് ചെയ്യുകയും പിന്നീട് 2020 ഡിസംബർ 21 അടച്ചുപൂട്ടുകയും ചെയ്ത പെപ്സി ഉൽപാദക കമ്പനിയായ വരുൺ ബിവറേജസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. കമ്പനിയിൽ സ്ഥിരം ജീവനക്കാരായി ജോലി ചെയ്തവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി ജോലി ചെയ്തവർക്ക് നഷ്ടപരിഹാരം നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും കമ്പനിക്കെതിരെ സ്ഥിരം തൊഴിലാളികൾ ഒരിക്കലും ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. എന്നാൽ കരാർ തൊഴിലാളികളെ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കാരണം ജോലിയാണ് ആവശ്യം. ആ ആവശ്യം ഞങ്ങൾക്ക് നിറവേറ്റുന്നവരെ ഞങ്ങൾ ഇനി അടുത്ത സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. തൊഴിൽ സമരത്തിന് നേതൃത്വം നൽകിയ യൂണിയനുകൾ കമ്പനി പൂട്ടിയപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി സജീവമായി ഇറങ്ങിയില്ലെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് യൂണിയൻ എന്ന സ്വതന്ത്ര സംഘടന രൂപീകരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂണിയനിൽ നിന്നും ഇതേപോലെ സമര പരിപാടികളിൽ നിന്ന് നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഈ 2 യൂണിയനിൽപ്പെട്ട 90% ആൾക്കാരും ഈ കമ്പനിയെ ആസ്പദമാക്കിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം വരുമാനം, സ്ഥിരം തൊഴിൽ ഇത് മുഖേനയാണ് ഞങ്ങൾ ഹൗസ് ലോൺ ആയിക്കോട്ടെ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ എല്ലാം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇത് മുഖേനയാണ്. ഈ 17 മാസമായിട്ട് ഇതൊക്കെ ഞങ്ങളുടെ ഭയങ്കര ദുരിതത്തിൽ അവിടെ നിന്ന് കടം മേടിച്ചൊക്കെയാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് 2020 ഫെബ്രുവരിയിലാണ് കരാർ തൊഴിലാളികൾ സമരം നടത്തിയത്. ഇതേ തുടർന്ന് കമ്പനി ലോക്കൌട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് കരാർ തൊഴിലാളികളെയും സ്ഥിരം ജീവനക്കാരെയും പിരിച്ചുവിട്ട് കമ്പനി അടച്ചുപൂട്ടി. ഇതോടെ 120 സ്ഥിരം ജീവനക്കാരുടെയും 240 കരാർ തൊഴിലാളികളുടെയും തൊഴിൽ നഷ്ടമായി. ന്യൂസ് 18 പാലക്കാട്. ഇറാഖിൽ കോവിഡ് ആശുപത്രിയിൽ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് 44 പേർ മരിച്ചു. 67 പേർക്ക് പരിക്കേറ്റതായാണ് ആദ്യ റിപ്പോർട്ടുകൾ. തെക്കൻ പട്ടണമായ നസ്രിയയിലെ അൽ ഹുസൈൻ കോവിഡ് ആശുപത്രിയിലാണ് അപകടം. പ്രധാനമന്ത്രി മുസ്തഫ അൽ കാഥിമിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. ആശുപത്രി മാനേജരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. 17,592 പേർ ഇതുവരെ ഇറാഖിൽ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ക്യൂബയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച 1000-ലധികം പേർ അറസ്റ്റിൽ. കോവിഡ് രോഗബാധ കൈകാര്യം ചെയ്യുന്നതിൽ ക്യൂബൻ സർക്കാർ പരാജയമാണെന്നാരോപിച്ചാണ് പ്രതിഷേധക്കാർ രംഗത്ത് വന്നത്. ഭക്ഷണത്തിനും മരുന്നിനും ഉൾപ്പെടെയുള്ള വിലവർധന താങ്ങാൻ കഴിയുന്നില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ സർക്കാർ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷം നടക്കുന്ന പല മേഖലകളിലും കടകൾ കുത്തിത്തുറന്ന് മോഷണം നടക്കുന്നുണ്ട്. രാജ്യത്തെ സംഘർഷങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന നിലപാടിലാണ് ക്യൂബൻ ഭരണകൂടം. അഫ്ഗാനിസ്ഥാനിലെ ഉയർന്ന US സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ സ്കൂട്ട് മില്ലർ നാറ്റോ US സഖ്യസേനയുടെ ചുമതല ഒഴിഞ്ഞു. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഴുവൻ സൈന്യത്തെയും പിൻവലിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. 20 വർഷമാണ് അഫ്ഗാനിൽ US സൈന്യത്തെ സ്കൂട്ട് മില്ലർ നേതൃനിരയിൽ നിന്ന് നയിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തിരുവനന്തപുരം അടിമലത്തുറയിൽ വളർത്തുനായയെ സാമൂഹ്യ വിരുദ്ധർ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന കേസിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി മൃഗസ്നേഹികൾ. പ്രതികളെ പിടിച്ച ശേഷം ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്നും നിയമം ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് മൃഗസ്നേഹികൾ ഒത്തുകൂടിയത്. ഈ ദൃശ്യങ്ങൾ ആരും പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല. തിരുവനന്തപുരത്തുള്ള അടിമലത്തുറയിൽ ക്രിസ്തുരാജിന്റെ ബ്രൂണോ എന്ന വളർത്തുനായെ
സാമൂഹ്യവിരുദ്ധർ ചൂണ്ടയിൽ കൊളുത്തി തല്ലിക്കൊന്നു. സംഭവം വിവാദമായതോടെ പ്രതികളെ പോലീസ് പിടികൂടി. പക്ഷേ ശക്തമായ വകുപ്പുകളൊന്നും ചേർക്കാതെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണുണ്ടായത്. ഇതിനെതിരെയാണ് ജസ്റ്റിസ് ഫോർ ബ്രൂണോ എന്ന മുദ്രാവാക്യവുമായി മൃഗസ്നേഹികൾ ഒന്നിച്ചത്. മാനവീയ വീതിയിൽ പ്ലക്കാർഡുകളുമായി എത്തി പ്രതിഷേധിച്ചു. ചെയ്തുകൊണ്ട് പോയിട്ട് വെറും 2 മണിക്കൂറിനകം തന്നെ അവരെ തിരിച്ചു വിടുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ബ്രൂണോയുടെ ഇൻസിഡൻറ്റോട് കൂടി നമുക്കിനി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൾപ്രിറ്റ്സും സ്റ്റാർട്ടിങ് ഫ്രം ദിസ് വളരെ തക്കതായിട്ടുള്ള വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടിയാലേ പറ്റുള്ളൂ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക്. വളർത്തുനായ്ക്കൾക്കെതിരായ അക്രമങ്ങളിൽ നിയമം ശക്തമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ സംഭവത്തിൽ ഇന്ന് സ്വീകരിച്ച നടപടികൾ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ 10 ദിവസത്തിനകം നടപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. മൃഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആനിമൽ വെൽഫെയർ ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് ആനിമൽ കെയർ സെന്റർ തുടങ്ങാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത്. കോവിഡ് രോഗികളുടെ വീടുകളിലെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. നെടുങ്കണ്ടത്ത് അനുയോജ്യമായ ഫാം കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കോവിഡ് ബാധിതരായവരുടെ വീടുകളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ ഇവിടെ എത്തിച്ച് സംരക്ഷിക്കും. ഇവയ്ക്കാവശ്യമായ തീറ്റയും വെള്ളവും മറ്റു പരിചരണവും ഉറപ്പുവരുത്തും. കോവിഡ് രോഗികളുള്ള വീടുകളിലെ അനിമൽസിനെ നമ്മൾ ഒരു ഫാം എവിടെയെങ്കിലും കണ്ടുപിടിച്ച് അവിടെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അതിന് വേണ്ടുന്ന ഫുഡും അതുപോലെ തന്നെ ഈ പുല്ലും എല്ലാം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് സുഖം പ്രാപിക്കുന്നതുവരെ ഈ അനിമൽസിനെ നമ്മൾ നെടുങ്കണ്ടം പഞ്ചായത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 100 കണക്കിന് കർഷകർക്ക് പദ്ധതി ഗുണകരമാകും. സെന്ററിന്റെ നടത്തിപ്പ് സാധ്യതകൾ സംബന്ധിച്ച് വിശദമായ പഠനവും നടത്തും. ജോലിക്കാർ, തീറ്റപ്പുല്ല് അടക്കമുള്ളവയുടെ ലഭ്യത, സംരക്ഷിക്കുന്നതിനാവശ്യമായ കെട്ടിട സൗകര്യം എന്നിവ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉടൻ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. പരിമിതികളെ മറികടന്ന് കേരളത്തിൽ നിന്നും കശ്മീർ വരെയുള്ള സൈക്കിൾ യാത്രയുമായി ഹാഹിസ് ഫർഹാൻ തന്റെ സൈക്കിൾ ഒരു കൈകൊണ്ട് മാത്രം നിയന്ത്രിച്ച് 3500 കിലോമീറ്റർ നീളുന്ന യാത്രയ്ക്കാണ് ഫർഹാൻ തുടക്കമിട്ടത്. മലപ്പുറം സ്വദേശിയായ ഫാഹിസ് ഫർഹാൻ തന്റെ പരിമിതികളെ മറികടന്നാണ് നീണ്ട യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഒരു കൈ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കാൻ ഫർഹാൻ തയ്യാറല്ല. തന്റെ സൈക്കിൾ ഒരു കൈകൊണ്ട് മാത്രം നിയന്ത്രിച്ച് 3500 കിലോമീറ്റർ നീളുന്ന ഒരു യാത്രയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കശ്മീരിലെ ലഡാക്കാണ് ഈ യാത്രയുടെ ലക്ഷ്യം. മുട്ടുവരെ മാത്രം നീളുന്ന ഇടത് കൈയുമായി ഫാഹിസ് ഫർഹാന്റെ ആദ്യ യാത്രയല്ല ഇത്. 2019 ഊട്ടി വരെ 340 കിലോമീറ്ററും കഴിഞ്ഞ നവംബറിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 650 കിലോമീറ്റർ യാത്രയും നടത്തി. തന്റെ കഴിവിന്റെ ആത്മവിശ്വാസത്തിൽ ഈ യാത്രയും പൂർത്തീകരിക്കുമെന്നാണ് ഫാഹിസ് പറയുന്നത്. യാത്ര ഇറങ്ങാൻ കാരണം എനിക്ക് ലഡാക്ക് ഒരു കാഴ്ച കാണണമെന്നുള്ള സ്വപ്നമുണ്ടേന്. അപ്പം സൈക്കിളും കൊണ്ട് ഇൻഷാല്ലാ സാധിച്ചു. കുറച്ചു കാലം കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല. എന്താ പറയുക, പഠനത്തിലേക്ക് നീങ്ങുമ്പോൾ ഒഴിവ് കിട്ടില്ല. അപ്പം പോയി നല്ലൊരു ഒഴിവുള്ള സമയം. എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ കോളേജ് അഡ്മിഷനൊക്കെ ഇപ്പോൾ പ്രാവശ്യം വെയിറ്റ് തോനെ ഡീലേ ഉണ്ടാവും. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഒരു കേരള ടു കാശ്മീർ അടിച്ചു വരാനുള്ള ഡ്രീമായി കൊണ്ടാണ് പോകുന്നത്. മുന്നിയൂർ വെളിമുക്ക് ആലിങ്ങൽ അബ്ദുൽ ഖാദർ നഹീബ ദമ്പതികളുടെ മകനായ ഫാഹിസ് +2 പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിന് തയ്യാറെടുക്കുകയാണ്. മലപ്പുറം തിരൂരങ്ങാടിയിലെ സൈക്കിൾ ക്ലബായ ബൈക്കർ ഹുഡ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയിൽ സുഹൃത്ത് പാറക്കടവ് സ്വദേശി ജിൽഷാദും ഒപ്പമുണ്ട്. പാരാലിമ്പിക്സിൽ മെഡൽ സ്വപ്നം കാണുന്ന ഫാഹിസിന് സർക്കാർ ജോലി നേടണമെന്നാണ് ആഗ്രഹം. കാസർഗോഡെത്തിയ ഇരുവർക്കും അടുക്കത്തബയൽ ലയൺസ് ക്ലബ്ബ് ചന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ന്യൂസ് 18 കാസർഗോഡ്. തെരുവോരങ്ങളിൽ പാട്ടുപാടി ഉപജീവനം നടത്തിയിരുന്ന അന്ധരായ ഗായകരെയും ലോക്ഡൌൺ പട്ടിണിയിലാക്കി. കാരശ്ശേരി എടലമ്പാട്ട് സ്വദേശിയായ സുരേഷും കുടുംബവും കഴിഞ്ഞിരുന്നത് പാട്ടുപാടി കിട്ടുന്ന ചെറിയ വരുമാനത്തിലായിരുന്നു. 10ലും 6ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കാനും സുരേഷിന് കഴിയുന്നില്ല.
വർഷങ്ങളായി തെരുവോരങ്ങളിലും പൊതുപരിപാടികളിലും പാടിക്കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് സുരേഷും കുടുംബവും കഴിഞ്ഞിരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ആളുകൾ പുറത്തിറങ്ങാതെയായതോടെ സുരേഷിന്റെ ജീവിതം ദുരിതത്തിലായി. നിവൃത്തിയില്ലാതെ സുരേഷ് കഴിഞ്ഞ ദിവസം വീണ്ടും മൈക്ക് സെറ്റും ഓട്ടോറിക്ഷയും വാടകയ്ക്കെടുത്ത് തെരുവിൽ പാടാനെത്തി. എന്നാൽ കോവിഡ് നിയന്ത്രണം ചൂണ്ടിക്കാട്ടി അധികൃതർ മടക്കി അയച്ചു. ജീവിതം ഈ കാഴ്ച നഷ്ടപ്പെട്ട അന്ന് മുതൽ ഇങ്ങനെ തെരുവോരങ്ങളിൽ പാട്ട് പാടിക്കൊണ്ടാണ് 2 മക്കളെയും പ്രായം ചെന്ന മാതാവിനെയും ഭാര്യയും നോക്കുന്നത്. ഈ ലോക്ക്ഡൗൺ വന്ന കാരണം ഏകദേശം ഒരു നല്ല രീതിയിൽ കൂടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ കോവിഡ് എന്ന മഹാരോഗം സമൂഹത്തിൽ മൊത്തം വ്യാപിച്ച കാരണം വളരെ ബുദ്ധിമുട്ട് പ്രയാസവും അനുഭവിച്ചുകൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഈ കണ്ണ് കാണാത്ത ഈ തെരുവ് ഗായകനായ എന്നെ സഹായിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം പെൻഷൻ കൊണ്ട് മാസം 1600 രൂപ കിട്ടുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു വീട് തന്നെ കാരുണ്യവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാക്കി കിട്ടിയതാണ്. കാഴ്ചയില്ലാത്തതിനാൽ മറ്റ് ജോലികൾക്കും പോകാനാകുന്നില്ല. ഭാര്യയും അമ്മയും 2 മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. മൊബൈൽ ഫോൺ കേടുവന്നതിനാൽ 10ലും 6ലും പഠിക്കുന്ന മക്കൾക്ക് ഓൺലൈൻ പഠന സൗകര്യവും ഒരുക്കാനായില്ല. ജീവിതം വഴിമുട്ടിയ അന്ധരായ തെരുവു ഗായകരുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് സുരേഷിന്റെ അഭ്യർത്ഥന. ന്യൂസ് 18 മുക്കം. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീടിന്റെ മട്ടുപ്പാവിൽ 1000 ഇതിലുള്ള താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ തേർത്തല്ലി പനംകുറ്റിയിലെ അനു എന്ന വീട്ടമ്മ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 50ലധികം താമരകൾ ഇവിടെയുണ്ട്. ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയാണ് താമര കൃഷിയെയും പരിപാലനത്തെയും കുറിച്ച് അനു മനസ്സിലാക്കിയത്. പിന്നീട് അതൊരു വരുമാന മാർഗമായി. ഓൺലൈൻ വഴി വിത്തുകൾ എത്തിച്ചാണ് വീടിന്റെ മട്ടുപ്പാവിൽ താമര കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ലോട്ടസിന്റെ ഒക്കെ സീഡ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്നൊക്കെ കൂടുതലായിട്ടും ട്യൂബറുകളിലേക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതുവരെയൊക്കെ എത്തിയത്. സഹസ്രദള പത്മം ഒരു വലിയ സ്വപ്നമായിരുന്നു, ഇന്നത് സാധിച്ചു കിട്ടി. 50ലധികം ഇനത്തിൽപ്പെട്ട താമരകളും വ്യത്യസ്ത ഇനം ആമ്പലുകളും അനുവിന്റെ ശേഖരത്തിലുണ്ട്. താമരകൾ വിറ്റുകിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചാണ് വിത്തുകൾ വാങ്ങുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള സുഹൃത്ത് വഴിയാണ് സഹസ്രദള താമരയുടെ വിത്ത് എത്തിച്ചത്. കേരളത്തിലെ കാലാവസ്ഥയിൽ താമര വിരിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം 1000 ഇതളുകളുമായി താമര വിടർന്നത്. ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് സാധാരണ താമരകൾ പൂവിടുന്ന സമയം. ഷോങ്ഷാങ് ഹോംത ഇനത്തിൽപ്പെട്ടതാണ് ഈ താമര. ഫെബ്രുവരി തൊട്ടിട്ട് ഓഗസ്റ്റ് വരെയാണ് ഇതിന്റെ ഒരു കാലാവസ്ഥ പൂവുണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ള സമയം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കുറച്ച് പേർക്കൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. സഹസ്രദള പത്മം തന്നെ ഒരു 3 വെറൈറ്റിയോളം ഉണ്ട്. ഷോങ്ഷാൻ ഹോങ്തായ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇവിടെ ഇപ്പോൾ പൂവുണ്ടായിട്ടുള്ളത്. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ താമര കൃഷിയിൽ നല്ല വരുമാനം ഉണ്ടാക്കാനാവുമെന്നും അനു പറയുന്നു. കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ കൂടുതൽ നമുക്ക് വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് കളക്ഷന് വേണ്ടിയിട്ട് എമൗണ്ട് കണ്ടെത്തുന്നത്. താമരപ്പൂക്കൾ കാണാൻ ഒട്ടേറെ പേരാണ് വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 ആലക്കോട്.